ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിലെ റാലിയിൽ നടത്തിയ പ്രസംഗം കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക കൊടുങ്കാറ്റിനെ നേരിടാൻ രാജ്യത്തെ സജ്ജമാക്കുന്ന ഒരു യുദ്ധകാല വിളംബരം കൂടിയാണ്. പശ്ചിമേഷ്യയിൽ പടരുന്ന സംഘർഷം ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെ ബാധിക്കുമെന്ന കൃത്യമായ ചിത്രം അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും വിദേശയാത്രകൾ മാറ്റിവെക്കണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ രാജ്യം നേരിടാൻ പോകുന്ന അസാധാരണമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ വ്യക്തമായ സൂചനകളാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്വർണം എന്നത് കേവലം ഒരു ലോഹമല്ല, മറിച്ച് അതൊരു കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെയും ആഘോഷങ്ങളുടെയും ഭാഗമാണ്. ഒരു വർഷത്തേക്ക് കുടുംബ ചടങ്ങുകൾക്ക് പോലും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വലിയൊരു ഞെട്ടലോടെയാണ് വിപണി കേട്ടത്. ഇന്ത്യ അതിന്റെ സമ്പൂർണ്ണ ആവശ്യത്തിന്റെ സിംഹഭാഗം വിദേശങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനായി വൻതോതിൽ വിദേശ നാണയം ചിലവാകുന്നുമുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ എണ്ണ ഇറക്കുമതിക്കായി കൂടുതൽ വിദേശ നാണയം കരുതേണ്ടി വരും. സ്വർണം വാങ്ങുന്നത് കുറയ്ക്കിയ വഴി വിദേശ നാണയ ശേഖരത്തിലുണ്ടാകുന്ന ചോർച്ച തടയാമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. എന്നാൽ ഇത് സ്വർണ്ണ വിപണിയെയും അനുബന്ധ മേഖലയിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ വിഷയമാണ്. സ്വർണത്തിനുമേൽ ഒരു അനൗദ്യോഗിക നിരോധനം സർക്കാർ കൊണ്ടുവരികയാണോ എന്ന ആശങ്ക ഇതുവഴി ഉയരുന്നുണ്ട്. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ വർക്ക് ഫ്രം ഹോം വീണ്ടും കൊണ്ടുവരണമെന്ന നിർദ്ദേശം രാജ്യം ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ പരോക്ഷമായ സമ്മതപത്രമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധക്കളത്തോടെ എണ്ണവില കുതിച്ചുയരാൻ സാധ്യത സർക്കാർ മുൻകൂട്ടി കാണുന്നു. ഇന്ധന നിയന്ത്രണത്തിന്റെ വഴികളും നിർണായകമാണ്. മെട്രോ ട്രെയിനുകളും ബസ്സുകളും കൂടുതൽ ഉപയോഗിക്കുക വഴി വ്യക്തിഗത വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, ഒരേ ദിശയിലേക്ക് പോകുന്നവർ വാഹനങ്ങൾ പങ്കിടുക, ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കി പെട്രോൾ ഡീസൽ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര തടസ്സപ്പെടുത്തിയാൽ രാജ്യം ഇരുട്ടിലാകും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു മുൻകരുതൽ നടപടി ആഹ്വാനം ചെയ്തത്. ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കണമെന്ന നിർദ്ദേശം സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇന്ത്യ ഭക്ഷ്യ എണ്ണയ്ക്കായി വിദേശ രാജ്യങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇറക്കുമതി കുറയ്ക്കുക വഴി വ്യാപാര കമ്മി കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാലോ അതോ സാമ്പത്തിക പരിമിതികളാലോ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. വിദേശ നാണ്യം പുറത്തേക്ക് പോകുന്നത് തടയാനുള്ള ഈ നീക്കം വിപണിയിൽ വലിയ മാന്ദ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായുള്ള വിദേശയാത്രകൾ ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം വിദേശ നാണ്യം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിർത്താനുള്ള ശ്രമമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് ഇത് എന്ത് സന്ദേശമാണ് നൽകുക എന്നതും ചർച്ചയാകുന്നു. വിദേശയാത്രകൾ കുറയുന്നത് വിമാന കമ്പനികൾക്കും ടൂർ ഓപ്പറേറ്റർമാർക്കും വലിയ തിരിച്ചടിയാകും. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അടിയന്തര ആവശ്യങ്ങൾക്കും പണം കണ്ടെത്തുക എന്നതാണ് സർക്കാരിന്റെ മുൻഗണനയെന്ന് മോദിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിയുടെ അസാധാരണമായ നിർദ്ദേശങ്ങളെ കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. വരാനിരിക്കുന്ന വലിയ ഇന്ധനവില വർധനവിനെ ന്യായീകരിക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യം മാത്രമാണിതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണങ്ങൾ ഇവയാണ്: രാജ്യസ്നേഹം, ത്യാഗം എന്നീ വാക്കുകൾ ഉപയോഗിച്ച് ജനങ്ങളെ വിലക്കയറ്റത്തിന് സജ്ജമാക്കുന്നു. സാമ്പത്തിക നയങ്ങളിലെ പരാജയം മറച്ചുവെക്കാൻ ആഗോള സാഹചര്യങ്ങളെ മറയാക്കുന്നു. സർക്കാരിന്റെ പരാജയങ്ങൾക്ക് ജനങ്ങൾ ത്യാഗം സഹിക്കണമെന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷമാണ് മോദിയുടെ പ്രസംഗത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 60%-ലധികം ഈ വഴിയിലൂടെയാണ് കടന്നു വരുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂർച്ഛിക്കുകയും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെടുകയും ചെയ്താൽ ഇന്ത്യയിലെ ഇന്ധനവില ഇരട്ടിയായി വർദ്ധിക്കും. ഇത് തടയാൻ നിലവിലുള്ള ശേഖരം പരമാവധി കാലം ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് സർക്കാർ പയറ്റുന്നത്. രാജ്യത്തിനു വേണ്ടി മരിക്കുക മാത്രമല്ല, ജീവിക്കുന്നതും രാജ്യസ്നേഹമാണെന്ന മോദിയുടെ പരാമർശവും ശ്രദ്ധേയമാണ്. യുദ്ധമൂത്ത സൈനികർ കാണിക്കുന്ന ത്യാഗം പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾ വരുത്തുന്ന സ്വയം നിയന്ത്രണങ്ങളും രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. ഇത് ജനങ്ങളുടെ മേൽ വലിയൊരു ധാർമ്മിക ഉത്തരവാദിത്തം കെട്ടിവെക്കുന്നു. നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർ രാജ്യസ്നേഹമില്ലാത്തവരായി ചിത്രീകരിക്കപ്പെടുമെന്ന ആശങ്കയും ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. മോദിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ വിപണിയിൽ വലിയ രീതിയിലുള്ള പണമിടപാടുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണ വിപണിയിലെ മന്ദത ജ്വല്ലറി മേഖലയിലെ നിക്ഷേപങ്ങളെ ബാധിക്കും. സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വാങ്ങൽ ശേഷി കുറയുന്നത് വിപണിയിലെ മാന്ദ്യം ഉണ്ടാക്കിയേക്കാം. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വിദേശ നാണ്യ ശേഖരം വർദ്ധിക്കുന്നത് രാജ്യത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ കരുതുന്നു. ഹൈദരാബാദിലെ പ്രസംഗം ഒരു തുടക്കം മാത്രമാണെന്നാണ് സൂചനകൾ. വരും ദിവസങ്ങളിൽ ധനകാര്യ മന്ത്രാലയം, പെട്രോളിയം മന്ത്രാലയം കൂടുതൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കാം. ഇതിൽ ഇന്ധന റേഷനിംഗ്, സ്വർണ്ണ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കൽ, വിദേശ നാണ്യ നിയമത്തിലുള്ള നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹൈദരാബാദ് പ്രസംഗം ഒരു വലിയ മാറ്റത്തിന്റെ കാഹളമാണ്.
ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ആഗോള രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയും ബഡ്ജറ്റിനെയും എങ്ങനെ ബാധിക്കുമെന്ന് അദ്ദേഹം ലളിതമായി വിശദീകരിച്ചു. സ്വയം നിയന്ത്രണത്തിലൂടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം എത്രത്തോളം വിജയിക്കുമെന്നും കണ്ടറിയണം. വിപണിയിലെ തകർച്ചയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് സർക്കാരിന് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റാണോ അതോ ഇന്ത്യ ഈ പ്രതിസന്ധി അതിജീവിച്ച് കരുത്താർജിക്കുമോ എന്നത് വരും മാസങ്ങളിലെ സാമ്പത്തിക ചലനങ്ങൾ വ്യക്തമാക്കും. പശ്ചിമേഷ്യയിലെ ഓരോ സ്ഫോടനവും ഇന്ത്യയുടെ വിപണിയിൽ പ്രതിഫലിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ അസാധാരണ ഇടപെടൽ ചരിത്രത്തിൽ എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് കാത്തിരുന്നു കാണാം.